अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नुअ्मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अंफुसिना व मिन सय्यिआति अअमालिना। मन यहदिहिल्लाहु फला मुज़िल्ल लहु व मन युज़लिल फला हादिय लहु। व अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न खैरल हदीस किताबुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअह व कुल्ल बिदअतिन ज़लाला व कुल्ल ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिही वला तमूतुन्न इल्ला व अंतुम मुस्लिमून। या अय्युहन्नास इत्तक़ू रब्बकुमुल्लज़ी ख़लक़कुम मिन नफ्सिन वाहिदा व ख़लक़ मिन्हा ज़ौजहा व बस्स मिन्हुमा रिजालन कसीरन व निसाअन वत्तक़ुल्लाहल्लज़ी तसाअलून बिही वल अर्हाम इन्नल्लाह कान अलैकुम रक़ीबा। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह व क़ूलू क़ौलन सदीदा युस्लिह लकुम अअमालकुम व यग़फ़िर लकुम ज़ुनूबकुम व मन युतिइल्लाह व रसूलहु फ़क़द फ़ाज़ फ़ौज़न अज़ीमा। बिस्मिल्लाहिर रहमानिर रहीम। इन्नल्लज़ीना फ़र्रक़ू दीनहुम व कानू शियअन लस्त मिनहुम फ़ी शैइन इन्नमा अम्रुहुम इलल्लाह सुम्म युनब्बिहुम बिमा कानू यफ़अलून। സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി ജീവിതം ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ, അല്ലാഹുവിൻ്റെ തീരുമാനത്താൽ ഈ പ്രദേശത്തുള്ള നല്ലവരായ ആളുകൾക്ക് അവൻ ഇഷ്ടപ്പെട്ടു നൽകിയ, തൃപ്തിപ്പെട്ടു നൽകിയ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും അറിയാനുമുള്ള അവസരം വീണ്ടും ഈ പ്രദേശത്ത് സംഘടിപ്പിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സന്ദർഭത്തിലോ സമയത്തിലോ മാത്രമല്ല അടിസ്ഥാനപരമായി പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഒരു സമയം, ഒരു കാലം മാത്രം പരിഗണിക്കാതെ എക്കാലത്തും എല്ലാവർക്കും മുമ്പിലും തുറന്ന് പഠിപ്പിച്ചു കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മതത്തിൻ്റെ പ്രത്യേകത. ആ മതത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത്. കളവോ ചതിയോ വഞ്ചനയോ ഇസ്ലാമിക വിഷയങ്ങളിൽ ഉൾക്കൊള്ളുന്നില്ല, കൂടിച്ചേർന്നിട്ടില്ല എന്നർത്ഥം. കഴിഞ്ഞ നമ്മുടെ പരിപാടിയിലും അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിഷയത്തോടുകൂടി തന്നെയാണ് ഈ നാട്ടിലുള്ളവർക്ക് വേണ്ടി നാം ഒരുമിച്ച് കൂടിയത്. ഈ സന്ദർഭത്തിലും അതേ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ ഈ നാട്ടിലുള്ളവരെ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ ബോധ്യപ്പെടുത്താനും അവർക്ക് മുമ്പിൽ വിശദീകരിക്കാനുമുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിൽ മാത്രം ഒതുങ്ങിക്കൂടുക എന്ന അജണ്ടയോ ലക്ഷ്യമോ അല്ല അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പരലോക നാളിൽ സൗഭാഗ്യവാന്മാരെയും ദൗർഭാഗ്യവാന്മാരെയും വേർതിരിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ട സൗഭാഗ്യവാന്മാർക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകത യൗമ തബിയല്ലു വുജൂഹുൻ, അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ദൗർഭാഗ്യവാന്മാർ വതസുവദ്ദു വുജൂഹുൻ, മുഖം കറുത്തവരായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മുഖം വെളുത്തവരെയും മുഖം കറുത്തവരെയും വേർതിരിക്കുമ്പോൾ ആ വിഭാഗത്തിന് ഇസ്ലാം നൽകിയിട്ടുള്ള നാമം എന്താണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, മുഖം വെളുത്തവരെന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നത്തിൻ്റെ ആളുകളാണ്. അല്ലാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കേണ്ട രീതിയിൽ അവർ നൽകിയിട്ടുള്ള കൽപ്പനകളെ മുറുകെ പിടിക്കേണ്ട രീതിയിൽ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. എന്നാൽ മുഖം കറുത്തവരാരാണ്? അഹ്ലുൽ ബിദ്അത്തി വൽ ഫിർഖ, പുത്തനാശയങ്ങളുടെയും കക്ഷികളായി മാറിയിട്ടുള്ളവരുടെയും പ്രത്യേകതയാണ് മുഖം കറുത്തവരായി നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും എന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടണം എന്ന പ്രാർത്ഥനയും പ്രവർത്തനങ്ങളുമാണ് നാം സ്വീകരിക്കുന്നത്. ആ മാർഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ, സംഗമങ്ങളിലൂടെ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ആൽ ഇംറാനിലെ ഈ ആയത്ത് സ്വഹാബത്തിന് ഓതിക്കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രഗത്ഭരായ സ്വഹാബികൾ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള വചനം, ജൂത ക്രൈസ്തവന്മാർ 71 72 വിഭാഗമായി സമൂഹത്തിൽ പിളരുകയും മാറുകയും ചെയ്തു. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറും. അതിൽ 72 നരകത്തിലാണ്, ഒരു വിഭാഗം സ്വർഗത്തിലേക്കുള്ളതാണ്. മഹാനായ ഇബ്നു മാജ റഹിമഹുല്ല, ഇമാം തിർമിദി റഹിമഹുല്ല, ഇമാം ഹാക്കിം റഹിമഹുല്ല, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല തുടങ്ങിയിട്ടുള്ള ഹദീസിൻ്റെ പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ് സമൂഹത്തിലുണ്ടാകുന്ന
കക്ഷികളുമായി ബന്ധപ്പെട്ടു വന്ന ഹദീസ്. ആകാംക്ഷയോടെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ആരാണ് അല്ലാഹുവിൻ്റെ റസൂലെ സ്വർഗത്തിലേക്ക് പോകുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ വാചകത്തിൽ അതിന് മറുപടി കൊടുത്തു, അൽ ജമാഅ, അതൊരു സംഘമാണ്, ഒരു സംഘം ആളുകളാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, മാ അന അലൈഹി വാ സ്വഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗത്തിലൂടെ ജീവിക്കുന്നവരാരാണോ അവരാണ് അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുക, അവരാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗം. ആയത്തിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മാലോകർക്ക് മുമ്പിൽ സമകാല വ്യത്യാസമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന വിഷയമാണ്, എന്നെന്നും വിജയിക്കുന്ന ഒരു വിഭാഗം അഹ്ലു സുന്ന വൽ ജമാഅത്താണ്. സുന്നത്തിന് വേണ്ടി ഒരുമിക്കുന്നവർ, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വേണ്ടി ഒരുമിക്കുന്നവർ, ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ യാതൊരു കളങ്കവുമില്ലാതെ കൃത്രിമത്വമില്ലാതെ ഒന്നും കൂട്ടിച്ചേർക്കാതെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ രംഗത്ത് വരുന്നവർ ആരാണോ, സന്നദ്ധരാകുന്നവരാരാണോ, അവർക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള പേരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്നുള്ളത്. ഒരുപാട് കേട്ട് പരിചയമുള്ളതാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് മനപ്പാടമുള്ളതാണ്. ഞാൻ പറഞ്ഞു വെച്ച ആയത്ത് ഹദീസ് മനപ്പാടമുള്ളവരാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. എവിടെയാണ് പ്രശ്നം? ഈ ആയത്തിനെയും ഈ ഹദീസിനെയും പ്രയോഗവൽക്കരിക്കുന്നിടത്താണ് മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ അപകടം സംഭവിച്ചിട്ടുള്ളത്. എല്ലാവർക്കുമല്ല, ഒരു ചെറിയ സംഘം ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന പോലെ ഈ കാലഘട്ടത്തിലും നിലകൊള്ളുന്നു എന്നതാണ് വാസ്തവം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സന്ദർഭങ്ങളിൽ സ്വഹാബത്തിന് കൊടുത്ത വിലപ്പെട്ട ഉപദേശങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു ഉപദേശത്തെ പോലും ജീവിതത്തിൽ നിന്ന് അകറ്റി വെക്കാൻ ഒരു മുസ്ലിമിന് മനസ്സുണ്ടാവുകയില്ല. അവിടുന്ന് കിട്ടിയ മുഴുവൻ ഉപദേശങ്ങളെയും സ്വഹാബത്തിന് കൈമാറിയിട്ടുണ്ട്. ആ ഉപദേശങ്ങളെ ജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. സൂറത്ത് അൻആമിൽ 10ഓളം ഉപദേശങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആയത്തുകൾ ഓതി വിശദീകരിക്കുകയാണ്. അവസാനത്തെ ഉപദേശം നാം ചർച്ചയ്ക്ക് വെച്ച വിഷയത്തിന്റെ മർമ്മം പഠിപ്പിക്കുന്ന ഉപദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഇതാകുന്നു സ്വഹാബത്തെ നേരായ മാർഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് മുമ്പിലല്ല, കഴിഞ്ഞ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് മുമ്പിലല്ല, ഏറ്റവും ഉത്തമ സമുദായമെന്ന സർട്ടിഫിക്കറ്റ് ഇസ്ലാം കൊടുത്ത ശ്രേഷ്ഠരാക്കപ്പെട്ട സ്വഹാബത്തിന് മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതിന്റെ കൂടെ പറഞ്ഞു, വലാ തത്തബിഉ സുബുല, ഈ മാർഗത്തിന്റെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഒരുപാട് മാർഗങ്ങൾ നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വരും കാലഘട്ടത്തിൽ പൈശാചികമായ മാർഗങ്ങൾ ഒരുപാട് സമൂഹത്തിൽ ഉണ്ടാകും. ആ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. നേരായ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന ഉപദേശം സ്വഹാബത്തിന് കൊടുത്തു. എങ്ങനെയാണ് ആയത്ത് അവസാനിച്ചത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ളവരാകാൻ, അല്ലാഹുവിനെ പേടിക്കുന്നവരാകാൻ, ഇസ്ലാമിന്റെ അഭിമാനവും അതിന്റെ അന്തസ്സും സംരക്ഷിക്കുന്നവരായി ലോകർക്ക് മുമ്പിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഈ മാർഗം നിങ്ങൾ സ്വീകരിക്കണമെന്ന വസിയ്യത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് കൊടുത്തത്. മഹാനായ ഇമാം റാസി റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ വളരെ അർത്ഥവത്തായ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ഇമാം റാസി റഹിമഹുല്ലാ പറഞ്ഞു, ഹാദിഹിൽ ആയത്തു തദുല്ലു അലാ അന്ന കുല്ല മൻ മാ കാന ഹഖൻ ഫഹുവ വാഹിദുൻ. സത്യമായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒന്ന് മാത്രമാണ്. ഇസ്ലാമിനുള്ളിൽ സത്യസന്ധമായി ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒന്നു തന്നെയാണ്. ഒരേ ദീനിന്റെ ആശയങ്ങളാണ്, രണ്ടാമത്തെ ഒരു ദീനില്ല. ഒരേ ദീനിന്റെ അഭിപ്രായമാണ്, രണ്ടാമത്തെ അഭിപ്രായമില്ല. ഒരേ ദീനിന്റെ പാഠമാണ്, രണ്ടാമത്തെ പാഠത്തിന് സ്ഥാനമില്ല. എന്നാലും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ലോകത്തുണ്ടായാൽ അതിനെ സത്യമായി കാണരുത് എന്ന ഉപദേശം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. ഷാഫിഈ മദ്ഹബിലെ
അറിയപ്പെട്ട മുഫസ്സിറാണല്ലോ ഇബ്നു കസീർ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞ വിശദീകരണം നോക്കൂ നിങ്ങൾ. ഇന്നമാ വഹദ സുബ്ഹാനഹു സബീലഹു ലിഅന്നൽ ഹഖ വാഹിദുൻ. എന്തുകൊണ്ടാണ് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന ഒരു പ്രത്യേക ഉപദേശം അല്ലാഹു പറയാനുണ്ടായ കാരണം അല്ലാഹുവിന്റെ മാർഗം ഒന്നാണ്. അല്ലാഹുവിന്റെ മാർഗം ഒന്നാണ്. അതല്ലാത്ത മാർഗങ്ങളൊക്കെ വേറെയാണ്. ആ മാർഗങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്ന മാർഗങ്ങളല്ല. പടച്ചറബ് നൽകിയിട്ടുള്ള മാർഗം ഒരേ ഒരു മാർഗമാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പരാതിയുണ്ട്. ഒരുപക്ഷേ ഈ നാട്ടിലുള്ള ദീനി സ്നേഹികളായ നല്ലവരുടെ മനസ്സിലുണ്ടാകും. ഇതേ സംസാരം തന്നെയാണല്ലോ കഴിഞ്ഞ പ്രഭാഷണത്തിൽ എതിരായി പ്രസംഗിച്ചവരും ഉപയോഗിച്ചതും. ശരി തന്നെയാണ്, ഒരു സംശയവുമില്ല. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഇവിടെ ഫൈസൽ ഹസനി ഉസ്താദ് ഏത് രൂപത്തിലാണോ പ്രസംഗം തുടങ്ങിയതും ആ രൂപത്തിൽ തന്നെയാണ് ഈ ഉള്ളവനും ആരംഭിച്ചതും. എന്തേ അതിനുള്ള കാരണം? കാപട്യം പുറത്തു വരണം, ചതി പുറത്തു വരണം, വഞ്ചന പുറത്തു വരണം. സമുദായത്തിന്റെ മുമ്പിൽ സത്യം മൂടിവെക്കുന്ന ഈ പ്രവൃത്തി സമുദായത്തെ തുറന്നു ബോധ്യപ്പെടുത്തണം. ഈ ആയത്തുകളും ഈ ഹദീസുകളും ഒരു ശിർക്കിനെ ന്യായീകരിക്കാനല്ല, ഒരു പുതിയ ആശയത്തെ ഉണ്ടാക്കാനല്ല, പുത്തൻ അഭിപ്രായങ്ങൾ കൊണ്ട് ഇസ്ലാമിലുള്ള സത്യത്തെ മൂടിവെക്കാനല്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ സത്യം നേരായ രൂപത്തിൽ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അലട്ടലുണ്ടാകും, വേദനയുണ്ടാകും. ഇത് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? അല്ലാഹു തന്നെ നിർദ്ദേശിക്കുന്നു. ഈ മാർഗം പഠിപ്പിച്ച, ഈ മാർഗത്തിലേക്ക് അവന്റെ അടിമകളെ എത്തിക്കുന്ന അല്ലാഹു തന്നെ പഠിപ്പിക്കുന്നു. വഅലല്ലാഹി ഖസ്ദുസ്സബീൽ, വഅലല്ലാഹി ഖസ്ദുസ്സബീൽ. നേരായ മാർഗം, ഹിദായത്ത് കാണിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം അല്ലാഹുവിൻ്റെതാണ്. വമിൻഹാ ജായിറുൻ, അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന, വഴിമാറിപ്പോകുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ടാകും. ഒരു സംശയവും വേണ്ട. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. വമിൻഹാ ജായിറുൻ, തെറ്റിപ്പോകുന്നവർ ഒരുപാടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത് കേട്ടിരുന്ന, ഇത് കണ്ടിരുന്ന, ഇതറിയാനുള്ള ഭാഗ്യമുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ കപടവിശ്വാസികളായി മാറിയിട്ടുണ്ട്. ഖവാരിജുകൾ എന്ന വിഭാഗം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിഷേധികളായി പലരും മാറിയിട്ടുണ്ട്. മുഅ്തസിലിയാക്കളും സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്ന റാഫിളിയാക്കളും വിശ്വാസരംഗത്തും വൈകല്യം സംഭവിച്ച ജബരിയാക്കളും മുർജിയാക്കളും ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് പുറത്തുപോയവർ തന്നെയാണ്. എന്തേ കാരണം? വമിൻഹാ ജായിറുൻ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ ഉണ്ടാകുമെന്നും അല്ലാഹുവിന്റെ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ സംശയിക്കേണ്ടതില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് മാർഗം നൽകുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? ഇസ്ലാമിക ശരീഅത്ത് അല്ലാഹു നമുക്ക് നൽകും എന്നാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തെ നമുക്ക് നൽകുമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമാ അദാഹ, ശരീഅത്തിന് പുറമെയുള്ളത്, അല്ലാഹ് ഇഷ്ടപ്പെട്ടതിന് പുറമെയുള്ളത് മസ്ദൂദത്തുൻ, തടയപ്പെടേണ്ടതാണ്, സമൂഹത്തിലേക്ക് ഇറക്കേണ്ടതല്ല, തടയപ്പെടേണ്ടതാണ്, പള്ളികളിൽ കൊണ്ടുവരേണ്ടതല്ല, തടയപ്പെടേണ്ടതാണ്, കുടുംബത്തിലേക്കുള്ളതല്ല, തടയപ്പെടേണ്ടതാണ്, സമുദായ മനസ്സിലേക്കും കുത്തിവെക്കേണ്ടതല്ല. അല്ലാഹ് ഇഷ്ടപ്പെടാത്തതാണോ, അല്ലാഹ് പഠിപ്പിക്കാത്തതാണോ? മസ്ദൂദത്തുൻ, തടയപ്പെടേണ്ടതാണ്. ഇനിയോ വല്ല അമാലു ഫീഹാ മർദൂദത്തുൻ, അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മർദൂദ, തള്ളപ്പെടേണ്ടതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ആശങ്ക മാറിയിട്ടില്ലേ? സൂറത്ത് അൻആമിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. ഞാൻ ആമുഖമായി ഓതിവച്ച ആയത്ത്, ആ ആയത്ത് വ്യക്തമാണ്. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ. ആരെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ടു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ മതത്തിൽ വല്ല വിഭജനവും ഉണ്ടാക്കി, അതുപോലെ തന്നെ വിഭാഗീയത ഉണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി ആരെങ്കിലും മാറിപ്പോയാൽ ലസ്ത മിൻഹും ഫീ ഷൈഇൻ, അവരെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. കാരണം അവരെ കുറിച്ച് അല്ലാഹുവിനറിയാം. നമ്മൾ മനസ്സിൽ ബേജാറാവണ്ട, പേടി വേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ തുറന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും. അത് കാലങ്ങളായി തുടർന്നു പോരുന്നതാണ്. ഇവിടെ എന്താണ് വേണ്ടത്? നിഷ്പക്ഷമായി, ആത്മാർത്ഥമായി, തുറന്ന മനസ്സോടെ
കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു പാകതയും പക്വതയുമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ അറിയിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? വല്ലാഹിറു അന്നൽ ആയ ആമത്തുൻ. ഈ ആയത്തിന്റെ പ്രത്യേകത പൊതുവായി തന്നെയാണ്, ഒരു പ്രത്യേക വിഭാഗത്തിനല്ല, പൊതുവായി സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള തെളിവാണ്. ഫീ കുല്ലി മൻ ഫാറഖ ദീനില്ലാ, ദീനല്ലാ, അല്ലാഹുവിന്റെ ദീനിനെ പിളർത്തിയവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. വകാന മുഖാലിഫൻ ലഹു, അങ്ങനെ പിളർത്തിയവൻ അള്ളാന്റെ ദീനിന് എതിരായി ചെയ്തവനാണ്. ശരിയായ ദീനുണ്ടായിരിക്കെ ആ മാർഗം സ്വീകരിക്കാതെ ആര് പ്രവർത്തിച്ചാലും അത് മുഖാലിഫാണ്, എതിരാണ്. കാരണം അവസാന പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശർഅ്, ഒരു നിയമം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിയമത്തിൽ ഒരാളും ഇഖ്തിലാഫ് കാണിക്കാൻ പാടില്ല, വിഭജനം കാണിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ ഉപദേശം. പിന്നെയോ ഫഹാദാ ഹുവ സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തെക്കുറിച്ചാണ് ഈ അറിയിപ്പ്. വഹുവ മാ ജാഅത ബിഹി റുസുൽ, അത് പ്രവാചകന്മാർ കൊണ്ടുവന്നതാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? മിൻ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹനെ മാത്രം ആരാധിക്കുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ വത്തമസ്സുകി ബിശരീഅത്തി റസൂൽ അൽ മുതഅഖിർ, അവസാന പ്രവാചകൻ കൊണ്ടുവന്ന മതനിയമങ്ങൾ മുറുകെ പിടിക്കുക. വമാ ഖാലഫ ദാലിക, അതിന് വിരുദ്ധമായി ചെയ്താൽ ഫളലാലാത്തുൻ, അത് വഴികേടാണ്. വജഹാലാത്തുൻ, അജ്ഞതയാണ്. വആറാഉൻ, അഭിപ്രായങ്ങളാണ്. വഅഹ്വാഉൻ, ദേഹേച്ഛകളാണ്. എന്നിട്ട് പറഞ്ഞു അർറുസുലു ബുറാഉ മിൻഹാ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രവാചകന്മാർ ഒഴിവാണ്, അവർക്ക് ബന്ധമില്ല. സമൂഹത്തിലുണ്ടാകുന്ന വഴികേടുകൾ, അറിവില്ലായ്മകൾ, അഭിപ്രായങ്ങൾ, ഇതൊന്നും പ്രവാചകന്മാർ ഏറ്റെടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദീനിന് യോജിക്കാത്ത, ദീൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം പുതിയതായി ഉണ്ടാക്കി അത് പ്രവാചകനിലേക്ക് ചേർത്ത് വെച്ചാൽ, ഇസ്ലാമിലേക്ക് ചേർത്ത് വെച്ചാൽ, നാളെ പരലോകത്തും ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുഖം കറുത്തവരുടെ കൂട്ടത്തിൽ അല്ലാഹു അവരെ ചേർക്കുമെന്നർത്ഥം. അതാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ചെറിയ സംഘം, വലിയ സംഘം എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കൊച്ചു സംഘം, ളാഹിരീന അലൽ ഹഖ്, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരായി ഒരു കൊച്ചു സംഘം ഉണ്ടാകുമെന്നാണ്. ലോകാവസാനം വരെ ഉണ്ടാകും. ആര് എതിരായാലും, ആര് എതിർത്താലും, ആര് മുറിക്കാൻ ശ്രമിച്ചാലും, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കൊണ്ട് യഥാർത്ഥ സത്യം മൂടിവെക്കാൻ ആര് തുനിഞ്ഞാലും, ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ചെറിയ സംഘം ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാകുമെന്നാണ്. അവരെ കൈവടിയാനോ അതുപോലെ തന്നെ ചതിക്കാനോ വഞ്ചിക്കാനോ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ അവർ ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകും. ആ അറിയിപ്പാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ കൊച്ചു സംഘത്തിൻ്റെ ദൗത്യമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നമുക്കുള്ള പ്രചോദനം എന്താണ്? സത്യം മുറുകെ പിടിച്ച് ആളുകൾക്ക് മുന്നിൽ വന്ന് അത് പറഞ്ഞു കൊടുക്കാൻ നമുക്കുള്ള പ്രചോദനം എന്താണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ആ മതത്തെ മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുക. വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമ് ബഗയം ബൈനഹും, അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾക്ക് അറിവ് കിട്ടിയതിന് ശേഷം അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം അവർ വേറിട്ട് പോയി എന്നാണ്. അല്ലാഹ് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നിന്ന് അവർ വേറിട്ട് പോയി എന്നാണ്. ശേഷം അല്ലാഹു പറഞ്ഞു, വമയക്ഫുർ ബിആയാത്തില്ലാ, അല്ലാഹുവിൻ്റെ ആയത്തുകളെ ആരെങ്കിലും നിഷേധിച്ചാൽ ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹു പെട്ടെന്ന് വിചാരണക്കെടുക്കുന്നവനാണ്. അല്ലാഹുവിൻ്റെ ആയത്തുകൾ കിട്ടിയിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളാതെ അതിനെ നിഷേധിക്കുന്ന, അതിനെ മൂടിവെക്കുന്ന, അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ പരലോകത്ത് വിചാരണ വരാനുണ്ട് എന്ന മുന്നറിയിപ്പ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഫമൻ ലഖിയല്ലാഹ്, ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടി. എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ യഥാർത്ഥ ദീൻ അല്ലാഹു നൽകിയതിന് ശേഷം അല്ലാഹുവിനെ, ആ ദീൻ സ്വീകരിക്കാതെ ഒരാൾ കണ്ടുമുട്ടിയാൽ ഒരിക്കലും അല്ലാഹു സ്വീകരിക്കുകയില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു പുതിയ നിയമം ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്ന് നല്ലതാണെന്ന് വിചാരിച്ച് ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. സമുദായം സ്വീകരിച്ചേക്കാം, അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ ഗൗരവത്തോടെ നമ്മെ അറിയിച്ച വിഷയമാണ്. മൻ അഹദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിലില്ലാത്ത ഒരു വിഷയം പുതിയതായി ഉണ്ടാക്കി ആരെങ്കിലും പഠിപ്പിച്ചാൽ, ദീനിൽ ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയണം. ഫഹുവ റദ്ദുൻ, സ്വീകാര്യമില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നാം ചെയ്തു കാണിക്കാത്ത ഒരു കാര്യം പുതിയതായി ആരെങ്കിലും ദീനിന്റെ വിഷയത്തിൽ ചെയ്താൽ ഫഹുവ റദ്ദുൻ, തള്ളിക്കളയണം. അതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഈ ആയത്തുകൾ മുഴുവൻ വിശദീകരിച്ച മുഫസ്സിറുകൾ ഇസ്ലാമിക ശരീഅത്തിലില്ലാത്ത ഒരു വിഷയം അഹ്ലുസുന്നയുടെ പേര് പറഞ്ഞ് ആര് പഠിപ്പിച്ചാലും തടയപ്പെടേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്, സ്വീകരിക്കാൻ പാടില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളുമായി നാം ബന്ധപ്പെടുത്തുക, നമ്മുടെ നാട്ടിലുള്ള അന്തരീക്ഷവുമായി ചേർത്ത് വെക്കുക. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല ഒരു മുബ്തദി, പുത്തനാശയക്കാരൻ ആരാണ് എന്ന് പഠിപ്പിച്ചപ്പോൾ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, മൻ ഇഅ്തഖദ ശൈഅൻ യുഖാലിഫു അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅക്ക് വിരുദ്ധമായി ഒരു കാര്യം ആരെങ്കിലും വിശ്വസിച്ചാൽ അവന്റെ പേരാണ് മുബ്തദി, പുത്തൻവാദി എന്നുള്ളത്. അല്ലാതെ ഈ മാർഗത്തിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നവരല്ല പുത്തൻവാദികൾ. അങ്ങനെയാണ് സമുദായം മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തിനാ അതിനു കാരണം? സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒരുപാട് പുത്തനാശയങ്ങളും പുത്തൻ വിശ്വാസങ്ങളും പുത്തൻ പ്രവർത്തനങ്ങളും സമുദായത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നവർ ആരാണോ അവരിലൂടെ സമുദായം കേട്ട് പരിചയിച്ചത് സുന്നത്തുള്ളവർ ബിദ്അത്തിന്റെ ആളുകളാണ്, ബിദ്അത്തുള്ളവർ സുന്നത്തിന്റെ ആളുകളാണ്. അതല്ല ശരി. മൻ ഇഅ്തഖദ ശൈഅൻ യുഖാലിഫു അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅക്കും വിരുദ്ധമായി ആരെങ്കിലും വല്ലതും ചെയ്താൽ അതിൻ്റെ പേരാണ് ബിദ്അത്ത്. അത് ചെയ്യുന്നവനാണ് മുബ്തദി. ഉൾക്കാഴ്ചയുള്ള പണ്ഡിതന്മാർ അന്ന് എഴുതി വെച്ചു. സമുദായത്തെ പഠിപ്പിക്കേണ്ട വിഷയം അതാണ്. 924കളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടായി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടങ്ങുന്ന ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അങ്ങനെ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുത്തു. ആ വിഭാഗത്തിൻ്റെ രൂപീകരണ കാലഘട്ടത്തിലെ അജണ്ടകൾ, സമൂഹത്തിൽ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുമ്പോൾ ഒന്നാമതായി രേഖപ്പെടുത്തിയത് പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നാണ്. സമസ്തയെ പരിചയപ്പെടുത്തി അതിൻ്റെ ഒന്നാമത്തെ അജണ്ടയായി ആ കാലഘട്ടത്തിലെ ആ വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാർ എഴുതി വച്ചതാണ്. ഞാനിത് വായിക്കാനുള്ള കാരണം എന്താണ്? ഇന്നും അവരുടെ അജണ്ട അതാണെന്ന് പറയാനല്ല, ആ അജണ്ട എഴുതിയത് മുതൽ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മാത്രമാണ്. അഹ്ലുസുന്നയുമായി ബന്ധപ്പെടുന്ന ഒരു പ്രവൃത്തി പോലും ആ വിഭാഗത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നർത്ഥം. എഴുതിയതൊന്ന്, പ്രവർത്തിച്ചത് മറ്റൊന്ന്. എന്നിട്ടോ ഇതിൻ്റെ യാഥാർത്ഥ്യം വിശദീകരിച്ചു കൊടുക്കുന്നവരാരാണോ അവർ ബിദ്അത്തിന്റെ ആളുകൾ. ആ ഒരു വാക്ക് ഒരുപാട് സാധാരണക്കാരെ സത്യം മനസ്സിലാക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കാൻ കാരണമായിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കലോ പ്രയാസപ്പെടുത്തലോ പരിഹസിക്കലോ അല്ല, യാഥാർത്ഥ്യങ്ങൾ മൂടി വെക്കാൻ പാടില്ല, യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞു കിടക്കാൻ പാടില്ല, അതൊരിക്കലും മറഞ്ഞു പോകാൻ പാടില്ല. സമസ്തയെ പരിചയപ്പെടുത്തി എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാർഗം സ്വീകരിക്കുന്നു എന്നാണ് അന്ന് എഴുതി വെച്ചത്. എന്നാൽ അങ്ങനെയാണോ? അങ്ങനെയല്ല എന്നത് വരും കാലങ്ങളിൽ അവർ തെളിയിച്ചു. ഏത് രൂപത്തിലാ? പ്രത്യേക പ്രമേയങ്ങൾ പാസാക്കിയിട്ടാണ്. 933 8ാം പ്രമേയം, സമസ്തയുടെ ശ്രദ്ധേയമായ 8ാം പ്രമേയം മർഹൂം ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ നേതൃത്വത്തിൽ ഫറൂഖിൽ വെച്ച് 933 പാസാക്കി.
ആ പ്രമേയം വായിച്ചാൽ മാത്രം മതി, ഒന്നാമത്തെ അജണ്ട പൊളിയും. എന്താ പ്രമേയം? മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ദാത്ത്, ജാഹ്, ഹക്ക്, ബർക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, നേരിട്ടു വിളിക്കൽ, അവരോട് സഹായത്തിന് അപേക്ഷിക്കൽ, ആസാറ് കൊണ്ട് ബർക്കത്തൊടുക്കൽ എന്നിവയും മരിച്ചുപോയ മഹാത്മാക്കൾക്കും മറ്റ് മുസ്ലിങ്ങൾക്കും കൂലി ലഭിക്കാനായി ധർമ്മം ചെയ്യൽ, കോഴി, ആട് മുതലായവ ധർമ്മം ചെയ്യാൻ നേർച്ചയാക്കൽ, അവർക്ക് വേണ്ടി ഖബറുങ്ങൽ വെച്ചും മറ്റും ഖുർആൻ ഓതൽ, ഓദിപ്പിക്കൽ, ഖബറിങ്ങൽ വെച്ച് തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ, മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതൽ, ഓദിപ്പിക്കൽ, ഖബർ സിയാറത്ത്, ഖബറാളികൾക്ക് സലാം ചൊല്ലലും അവർക്ക് വേണ്ടിയുള്ള ദുആവും സിയാറത്തിനായുള്ള യാത്രയും ആയത്ത്, ഹദീസ്, മുഅല്ലമായ അസ്മാ എന്നിവ കൊണ്ടുള്ള മന്ത്രവും ഉറുക്കും, നൂല്, വെള്ളം എന്നിവ ജപിച്ചു കൊടുക്കലും, ബുർദ ഓതി മന്ത്രിക്കലും, ഖാദിരിയ, ഷാദുലിയ, റിഫായിയ തുടങ്ങിയ ശരിയായ ത്വരീഖത്ത് തുടർച്ചയായും റാത്തീബും ത്വരീഖത്ത് ദിക്റുകൾ ചൊല്ലലും, ദലായിലു ഖൈറാത്ത്, ഹിസ്ബുൻ നബി, അസ്മാഉൻ നബി, അസ്മാഉൽ ബദരീൻ, ഹിസ്ബുൽ ബഹർ മുതലായ ദിക്റുകൾ പതിവാക്കലും, തസ്ബീഹ് മാല ഉപയോഗിക്കലും, മങ്കൂസ് മുതലായ മൗലീദുകൾ, ബദരിയത്ത് ബൈത്ത്, മുഹിയുദ്ദീൻ മാല, റിഫായി മാല മുതലായ നിരാക്ഷയവും മുസ്ലിങ്ങളിൽ നടന്നു വരുന്നതും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ ദീനിൽ അറിയപ്പെട്ടതുമായ കാര്യങ്ങൾ മതവിരുദ്ധമാണെന്നോ ഷിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ല. അവർ ഖാസി, ഖതീബ്, ഇമാം എന്നീ സ്ഥാനത്തേക്ക് അർഹരുമല്ല. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പേരിൽ സമുദായത്തിലേക്ക് ഇറക്കുമതി ചെയ്ത വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമുള്ള പിഴച്ചവാദങ്ങൾ ഒരു സംശയവുമില്ല. എന്നിട്ടോ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രമേയമാണിത്. അത് പറയാൻ പ്രയാസമല്ലല്ലോ, മനുഷ്യണ്ടാക്കിയ വാക്കാണല്ലോ. എന്നാൽ ഇതിനു വേണ്ട തെളിവ് ധരിച്ചിട്ട് ഇതാ ഇന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശ്രദ്ധേയമായ പ്രമേയമാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ല, ശിർക്കും ബിദഅത്തും മൊത്തം എഴുതി വെച്ചിട്ട് ഇത് ശ്രദ്ധേയമായ പ്രമേയമാണ്. ഈ പ്രമേയം അതിനെ മറ്റൊരു ശൈലിയിൽ അവതരിപ്പിക്കാൻ ആ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ ഇത് വായിക്കാനുള്ള കാരണം. ഇസ്ലാമിൻ്റെ കർമ്മരംഗത്തും വിശ്വാസരംഗത്തും ഉണ്ടായ വ്യതിയാനങ്ങൾ സമുദായത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. അതിലേറ്റവും ഗൗരവമുള്ളത് അള്ളാഹുവിന് മാത്രം നൽകേണ്ട പ്രാർത്ഥന, അതുപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രമാകേണ്ട സഹായത്തേട്ടം, ഇത് രണ്ടും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നു. ഒരു ഗൗരവവും അതുപോലെ തന്നെ ഒരു പ്രാധാന്യവും കാണാതെ വളരെ നിസാരമായി ലളിതമായി അള്ളാഹു അല്ലാത്തവരോട്, മരിച്ചുപോയവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം, അവരോട് സഹായം തേടാം. എത്രത്തോളം മരിച്ചുപോയവരോട് സഹായം തേടാത്തവർ വിഡ്ഢികളാണ് എന്നുവരെ എഴുതി വച്ചിരിക്കുന്നു. സത്യത്തിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതല്ലേ ആരാധന? അതിൻ്റെ ഭാഗമായി വരുന്ന പ്രാർത്ഥന, അതിൻ്റെ ഭാഗമായി വരുന്ന ഇസ്തിഗാസ, ഇത് അള്ളാഹുവിന് മാത്രം ബാധകമല്ലേ? അതല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളെ റബ്ബാണ് പറഞ്ഞിരിക്കുന്നത്, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിനേക്കാളും വലിയ തെളിവിന് എന്താ വേണ്ടത്? മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഉടനെ മറുപടി അനുവദനീയമാണ്. ഇന്നും വായിച്ചിട്ടില്ല. കൊട്ടപ്പുറത്ത് വെച്ച് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആയത്തുണ്ടത്രേ. ഇതാണ് ശൈലി. എന്നാലോ ഖുർആൻ പഠിപ്പിച്ചതോ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഒരു മുസ്ലിം ഏതാ സ്വീകരിക്കുക? ഈ ആയത്താണോ സ്വീകരിക്കുക? അതല്ല ഒരു വെറും വർത്തമാനമാണോ സ്വീകരിക്കുക? ഈ ആയത്തിൽ നിന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പ്രാർത്ഥന ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത്? എന്നിട്ട് സമുദായത്തിന്റെ മുന്നിൽ പറയുന്നു പ്രാർത്ഥന രണ്ടുണ്ട്, ആരാധനയാകുന്നതും ആരാധനയാകാത്തതും. അതേതാ പ്രാർത്ഥന? കേവല വിളിയല്ലല്ലോ. കണ്ണീരൊഴുക്കി മനസ്സിലെ സങ്കടങ്ങൾ ജാറങ്ങളിൽ മഖബറകളിൽ പോയി ഏറ്റുപറയുകയാണ്. അവരെ വിളിച്ച് ആവലാദികളും വേവലാദികളും പറയുന്നു. ഖുർആനിന് വിരുദ്ധമാണ്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായോ അങ്ങനെ ഒരു പ്രവൃത്തി?
അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ബദറിൽ ഷഹീദായ അവിടുത്തെ സ്വഹാബത്തിനെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം പ്രഖ്യാപിച്ചത് ഒന്ന് മാത്രമാണ്. ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ നബിയെ പറയണം, ഇന്നമാ അദഉ റബ്ബി, എൻ്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഒരു മുസ്ലിമിന് പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിൽ, അതിന് സമ്മതിക്കുകയില്ലെങ്കിൽ, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ? അല്ല. ഇനിയോ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടത് സൂറത്ത് ഹജ്ജിലും സൂറത്ത് ലുഖ്മാനിലും ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹിൽ ബാതിൽ വഅന്നല്ലാഹു ഹുവൽ അലിയുൽ കബീർ. എത്ര വ്യക്തമായ വചനമാണ്! അല്ലാഹുവാണ് അർഹനായിട്ടുള്ളവൻ. അല്ലാഹ്ക്ക് പുറമെ ആരോട് പ്രാർത്ഥിച്ചാലും, ഖുർആൻ പ്രയോഗിച്ച വാക്ക് ബാത്തിൽ, നമസ്കാരം ബാത്തിലായി എന്ന് പറഞ്ഞാൽ പോയിന്നാ. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് പോയി, അതിന് ഫലല്ല, സ്വീകാര്യതല്ല, അത് ശിർക്ക്. ഇനിയോ അല്ലാഹുവിൻ്റെ അടിമകൾ ഇബാദുർ റഹ്മാൻ, എന്താ അവർക്കുള്ള ഗുണം? അവർ അല്ലാഹനെ മാത്രം ആരാധിക്കുന്നു എന്നാ പറഞ്ഞത്. ഖുർആൻ പഠിപ്പിച്ചു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിൻ്റെ കൂടെ വേറെ ആരാധന്മാരെ സ്വീകരിക്കൂല, അല്ലാഹുവിൻ്റെ കൂടെ വേറെ ഇലാഹിനോട് പ്രാർത്ഥിക്കൂല. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. അപ്പൊ പറയും, അത് ഇലാഹിനോടല്ലേ? ഇവിടെ ആരാ അങ്ങനെ ഇലാഹാക്കിയത്? അല്ലേ, ഇവിടെ ആരാ അങ്ങനെ ഇലാഹാക്കിയത്? ഇലാഹാക്കണ്ടല്ലോ. ഇലാഹാക്കാരെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശിർക്ക് ചെയ്തവരുമായി സാമ്യതയുള്ളതാണ്. ഇവിടെ വിഷയാവതരണത്തിൽ ഫൈസൽ ഹസനി പറഞ്ഞിരുന്നു, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുമായി 10 സാമ്യതകൾ വഹാബികൾക്കുണ്ടത്രേ. അതിൽ 5 എണ്ണം പറഞ്ഞപ്പോൾ തന്നെ മൂപ്പർക്ക് തോന്നി പറയണ്ട, അല്ലേ? ആ 5 എണ്ണം പറഞ്ഞത് തന്നെ ആകെ ഇടങ്ങേറായിട്ടാണ് പറഞ്ഞത്. അതിലൊന്ന് എന്താണ്? എത്ര തെളിവ് കൊടുത്താലും പിന്നെയും തെളിവ് ചോദിക്കുന്നു. അതാണത്രേ നമ്മളും അവരും തമ്മിലുള്ള ഒരു സാമ്യത, അല്ലേ? തെളിവ് ചോദിക്കല്ലേ, വേറൊന്നുമല്ലല്ലോ, അല്ലേ? അടുത്ത തെളിവ് തരും, തെളിവ് ചോദിക്കുകയാണല്ലോ. എന്നാലോ നിങ്ങളും അവരും തമ്മിലുള്ള സാമ്യത അതങ്ങനൊന്നുമല്ല. അവർ പറഞ്ഞു, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ്. ഈ മഹാന്മാർ അല്ലാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരാണ്. സാമ്യത 1, അല്ലേ? യതഖറബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിനെ ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. ഔലിയാക്കളെ ജാറത്തിൽ പോകുന്നത് അടുപ്പം കിട്ടാനാണ്. പിന്നെയോ ഞങ്ങൾ സ്വയം കഴിവൊന്നും കൊടുക്കുന്നില്ല, അല്ല കൊടുത്തു ഔലിയാക്കൾക്ക്, അത് ഞങ്ങൾ ചോദിക്കുന്നു. ഇതന്നെയല്ലേ അവരും പറഞ്ഞത്? ഈ 3 സാമ്യതയെക്കാളും ഇനി വലിയ സാമ്യത വേറെന്തള്ളത്? അതല്ല ഇതിന് പറയുന്ന ദുർന്യായങ്ങൾ. ആ ദുർന്യായങ്ങൾ പറഞ്ഞ് ശിർക്ക് സമൂഹത്തെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു അറിവ് അല്ലാഹുവിനുള്ളത് കൊണ്ടാണ് ആയത്തിന്റെ ഗൗരവം ആലോചിച്ച് നോക്കാം നിങ്ങൾ. അല്ലാഹുവിന്റെ കൂടെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ ലാ ബുർഹാന ലഹു ബിഹി, അതിന് തെളിവില്ല, യാതൊരു തെളിവുമില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പിന്നെ ഇല്ലതും ഇല്ലാത്തതും ഇനി ഉള്ള കാര്യങ്ങളെ തന്നെ ദുർവ്യാഖ്യാനിച്ചൊക്കെ ഇവിടെ പറയേണ്ടി വന്നത്. ഒരു വിഷയം ഞാൻ സൂചിപ്പിക്കാം. ആ സംസാരത്തിൽ അല്ലാഹുവിൻ്റെ വലിയകൾ സഹായിക്കുമെന്നതിന് ഓതിയ ആയത്തേതാ? ഇന്നമാ വലിയുക്കുമുള്ള എന്നുള്ള ആയത്ത്, സൂറത്ത് മാഇദയിലെ 55-ാമത്തെ ആയത്ത്. ജൂത ക്രൈസ്തവന്മാർ ഇസ്ലാമിൻ്റെ ശത്രുക്കളല്ല നിങ്ങളെ സഹായികൾ, നിങ്ങൾക്ക് സഹായികളായിട്ടുള്ളവർ അല്ലാഹുവാണ്, അല്ലാഹുവിൽ നിന്ന് കിട്ടിയ ദീൻ പഠിപ്പിക്കുന്ന റസൂലുള്ളയാണ്, അത് പിൻപറ്റി പോരുന്ന വിശ്വാസികളാണ് എന്ന് പഠിപ്പിച്ച പ്രകടമായി അതിൻ്റെ അർത്ഥം ബോധ്യപ്പെടുമ്പോൾ തന്നെ അതിനെ ശിർക്കിന് തെളിവാക്കുന്നു. അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇന്നമാ വലിയുക്കുമുള്ള എന്ന ആയത്ത് ശിർക്കിന് തെളിവാക്കുന്നു. തെളിവാക്കൽ എങ്ങനെ? വാക്കിലൂടെയാണ്, പ്രാമാണികമായിട്ടല്ല, വിശദീകരണങ്ങൾ കൊണ്ടല്ല, പറഞ്ഞ് തെളിവാക്കുക.
അതിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. പിന്നെയോ അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടൊരു സംഭവം. ഇമാം റാസി തന്റെ തഫ്സീറിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറടക്കലുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ വന്ന് അനുവാദം ചോദിച്ചു അത്രേ. അപ്പോ ഹബീബിനെ ഹബീബിലേക്ക് ചേർത്തിക്കൊള്ളുക, പ്രവേശിപ്പിക്കുക. ഇതാണ് സംഭവം. എവിടുന്ന? തഫ്സീറുർ റാസിയാണ്. ഇതാണ് തഫ്സീറുർ റാസി. ആ തഫ്സീറുർ റാസിയിൽ സൂറത്ത് കഹ്ഫിന്റെ ആരംഭത്തിലുള്ള ആയത്തുകൾ വിശദീകരിച്ചു വരുമ്പോൾ ഒരു സനദുമില്ലാത്ത, സ്വീകരിക്കാൻ പറ്റാത്ത തഫ്സീറിന്റെ കൂട്ടത്തിൽ മുഫസ്സിറുകൾ അഭിപ്രായം പറഞ്ഞു പോയിട്ടുള്ള ആ ഒരു സംഭവം ഉദ്ധരിച്ച് സാധാരണക്കാരെ സത്യത്തിൽ നിന്ന് അകറ്റാൻ ഏത് നാവുകളാണോ പരിശ്രമിച്ചത് അവർ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഒരു സംശയവുമില്ല. എന്താ അതിന്? അത് സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്താ? ഇസ്ലാമിൽ ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ സനദ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്വീകാര്യമായ ഒരു പരമ്പര വേണം. തോന്നിയ പരമ്പര പോരാ. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് മുടിയെത്തി. അപ്പോ നമ്മൾ ചോദിച്ചു, ആ മുടി കിട്ടിയതിന്റെ സനദ് ഏതാ? ആകടങ്ങാറായി. അപ്പോ മർക്കസിൽ നിന്ന് ഒരു കള്ളസനദ് ഉണ്ടാക്കി സമൂഹത്തെ പറഞ്ഞു കൊടുത്തു. ആ കള്ളസനദ് വേണ്ട. അവിടെ സനദ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പേടിച്ചു, വേഗം സനദ് വാരിക്കൂട്ടി. ഇവിടെയും ചോദ്യം അതാണ്, ഈ സംഭവത്തിന്റെ സനദ് എവിടെയാണ്? ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണല്ലോ ഹിജറ 300കളിൽ മരണപ്പെട്ടു പോയ ഇമാം ആജുരി റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ അശ്ശരിയ എന്ന കിതാബിൽ ഈ സംഭവമല്ലേ എങ്ങനെ കൊടുത്തത്? റുവിയ, ഉദ്ധരിക്കപ്പെട്ടു. അല്ലേ? ഈ ഉദ്ധരിക്കപ്പെടൽ എവിടുന്ന ഈ ഉദ്ധരിക്കപ്പെടൽ? അതാണ് കിട്ടേണ്ടത്. പണ്ഡിതന്മാർ ഒന്നും പറയാതെ ഒഴിവാക്കി ആ സംഭവത്തെ ഔലിയാക്കളോട് സഹായം തേടാൻ തെളിവാക്കുമ്പോൾ ഇസ്ലാമിനോട് സ്നേഹമുള്ള, വിശ്വാസം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചോദിക്കും, അതിന്റെ സനദ് എവിടെയാണ്? സ്വഹാബത്തിന്റെ കാലത്ത് വരെ ആ ചോദ്യം ഉണ്ടായി. മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്, അവർ സനദുകളെ കുറിച്ച് ചോദിച്ചിരുന്നില്ല. സ്വഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കലാണ്. പക്ഷേ വലമ്മാ വഖഅത്തിൽ ഫിത്ന, കുഴപ്പമുണ്ടായി, ഓരോരോ ഏരിയകളിൽ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു, സമ്മൂ ലനാ റിജാലക്കും. ഈ ഹദീസ് പറഞ്ഞെന്ന ആളാരാ? അവരെ പേരൊന്ന് പറഞ്ഞേരി. എന്നിട്ട് പറഞ്ഞു, അഹ്ലു സുന്നയിൽ നിന്ന് വന്നതാണോ സ്വീകരിക്കും, അഹ്ലു ബിദ്അയിൽ നിന്നാണോ സ്വീകരിക്കുകയില്ല. അഹ്ലു ബിദ്അയിൽ നിന്നാണോ സ്വീകരിക്കുകയില്ല. ആ ഒരു നിലപാടാണ്, രീതിയാണ് ഏത് രംഗത്തും നമുക്ക് വേണ്ടത്. ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സ്വഹീഹിന്റെ മുഖദ്ദിമയിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് മതത്തിൽപ്പെട്ടതാണ്. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ, സനദെങ്ങാനും ഇസ്ലാമിലില്ലായിരുന്നുവെങ്കിൽ തോന്നിയവൻ തോന്നിയത് പറയുമായിരുന്നു. അതാണ് ഇവിടെ ഉണ്ടായത്. തഫ്സീറുർ റാസിയിൽ ഒരുപാട് മസലകൾ, ഒരുപാട് വജ്ഹുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു 2 വരി കണ്ടപ്പോ ഇതാ തഫ്സീറുർ റാസിയിൽ യാ റസൂലല്ലാഹ് എന്നുള്ള വിളിയുണ്ട്, തെളിവായി. എന്താ അതിന്റെ മാനദണ്ഡം? അതില്ല. അതിന്റെ ഭാഗമായി ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ തഫ്സീറുർ റാസിയാണല്ലോ ഇവിടെ തെളിവാക്കിയത്. ആ വരി വായിച്ചതിൻ്റെ 5 പേജുകൾ കഴിഞ്ഞാൽ ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകമുണ്ട്. ആ വാചകം സ്വീകരിക്കാൻ ഈ മാർഗത്തിലൂടെ പോകുന്നവർക്ക് സാധിക്കുമോ, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കാനുള്ളത്. എന്താണ് വാചകം? ഇവിടെ പ്രസംഗിച്ചപ്പോൾ തഖ്ലീദ് പറഞ്ഞു, അല്ലേ? ഏതെങ്കിലും ഒരു 4 മദ്ഹബിനെ അനുകരിക്കണം, അവനാണ് മുസ്ലിം, അവനാണ് ഇസ്ലാം. അത് പ്രമേയമായി പാസ്സാക്കിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ പ്രമേയമായി പാസ്സാക്കിയതുമാണ് തഖ്ലീദ് വേണം, ഓനെ ഇസ്ലാമിൻ്റെ ആളെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇമാം റാസി റഹിമഹുല്ല ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ എന്ന സൂറത്ത് കഹ്ഫിലെ ആയത്തോടിയിട്ട് പറയുന്നു, യഅനി, അർത്ഥമാക്കുന്നത്
അന്നൽ ഹുക്മ ബിസുബൂതി ശൈഇ മഅദിമി ദലീൽ അലൈഹി, തെളിവില്ലാതെ ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ളുൽമുൻ, അത് അക്രമമാണ്, വഫ്തിറാവുൻ, കെട്ടിച്ചമച്ചതാണ്, വകദബുൻ, അത് കളവാണ് എന്ന് ഇമാം റാസി റഹിമഹുല്ല. എന്നിട്ട് പറഞ്ഞു വഹാദാ, ഈ പറഞ്ഞ കാര്യം മിൻ അഅ്ളമി ദലായിൽ, തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അലാ ഫസാദിൽ ഖൗലി ബിത്തഖ്ലീദ്. തഖ്ലീദ് എന്ന വാക്ക് ഫസാദാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. തഖ്ലീദ് എന്ന വാക്ക് കേടാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ ആയത്ത്. പറയാൻ പറ്റുമോ? ഇമാം റാസി റഹിമഹുല്ല തഖ്ലീദ് വേണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ട് തഖ്ലീദ് ഒഴിവാക്കാം. ഇതൊരു അർത്ഥമുള്ള വർത്താനാണ്, മറ്റേതോ സനദില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് ആ സനദില്ലാത്ത കാര്യം പറഞ്ഞ് സാധാരണക്കാരെ പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരിക്കലും തന്നെ ഉണ്ടാവാൻ പാടില്ല, നിലനിൽക്കാൻ പാടില്ല. പിന്നെയോ വിശ്വാസരംഗത്ത് വന്ന ആരാധനാരംഗത്ത് പ്രശ്നമുണ്ടായ പോലെ തന്നെ പ്രാർത്ഥനയും ഇസ്തിഗാസയും ഒക്കെ അല്ലാഹു അല്ലാത്തവർക്ക് നൽകാമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച പോലെ തന്നെ അല്ലാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. ആ നാമങ്ങളെ, ആ സിഫാത്തുകളെ ഇവിടെ പരിഹസിച്ചു, നിഷേധിക്കുന്ന രൂപത്തിൽ സംസാരിച്ചു. ബഹുമാനായ ഫദ്ൽ ഹഖൂമരി ഇന്നലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എന്നാലും ആ വിഷയത്തിലെ പ്രധാനപ്പെട്ട 2 വാചകം ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി ഇമാം ആജുരി റഹിമഹുല്ല, അദ്ദേഹം അശ്ശരിഅ എന്ന കിതാബിൽ അല്ലാഹുവിൻ്റെ നുസൂലുമായി, ഇറക്കവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വിശദീകരിക്കുന്നു. അതാണ് ഇവിടെ കുറച്ച് അധികമായിട്ട് പറഞ്ഞത്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് വഹാബികളുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ വഹാബികൾ അല്ലാഹുവിന് സ്ഥലകാലങ്ങൾ നിശ്ചയിക്കുന്നു. എന്താ കാരണം? അല്ലാഹ് ഇറങ്ങി വരുന്നു. അതേപോലെ തന്നെ ഇന്നു ആര്? മുശ്രിക്കീങ്ങളും. എന്താ അഹ്ലുസുന്നയുടെ നിലപാട്? പരിഹസിക്കലാണോ? നിഷേധിക്കലാണോ? കളിയാക്കലാണോ? ഉൾക്കൊള്ളാതിരിക്കലാണോ? അല്ല, ഹദീസിലൂടെ വന്ന കാര്യങ്ങൾ സ്വീകരിക്കലാണ്. ഇമാം ആജുരി എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. വഅമ്മ അഹ്ലുൽ ഹഖി ഫയഖൂലൂൻ, സത്യത്തിന്റെ ആളുകൾ പറയുന്നു, അൽ ഈമാനു ബിഹി വാജിബുൻ ബിലാ കൈഫ്, അല്ലാഹ് ഇറങ്ങുന്നു പറഞ്ഞാൽ അതിൽ വിശ്വസിക്കണം, എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. ലിഅന്നൽ അഖ്ബാറ ഖദ് സഹഹത് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ സ്വഹീഹായി വന്നിരിക്കുന്നു. ഇല സമാഇ ദുനിയാ കുല്ല ലൈല, എല്ലാ രാത്രിയിലും 1-ാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരും. സ്വഹീഹായ ഹദീസുകളാണ്. പക്ഷേ എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു വല്ലദീന നഖലു ഇലൈന ഹാദിഹിൽ അഖ്ബാർ ഹുമുല്ലദീന നഖലു ഇലൈന അൽ അഹ്കാമ മിനൽ ഹലാലി വൽ ഹറാം വഇൽമ സ്വലാത്തി വസ്സകാത്തി വസ്സിയാമി വൽ ഹജ്ജ് വൽ ജിഹാദ്. ഹലാലും ഹറാമും, നമസ്കാരവും നോമ്പും സക്കാത്തും ജിഹാദും ഒക്കെ ഏത് പണ്ഡിതന്മാരാണോ നമ്മളെ പഠിപ്പിച്ചത്, അതേ പണ്ഡിതന്മാരിലൂടെ തന്നെയാണ് ഈ ഹദീസ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഫകമാ ഖബിലൽ ഉലമാഉ മിൻഹും ദാലിക കദാലിക ഖബിലു മിൻഹും ഹാദിഹി സുനൻ, ആ കാര്യങ്ങളെ ഏത് രൂപത്തിലാണോ പണ്ഡിതന്മാർ സ്വീകരിച്ചത്, അതുപോലെ തന്നെ ഈ കാര്യങ്ങളെയും സ്വീകരിക്കണം. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, മർറദ്ദഹ, ആരെങ്കിലും അതിനെ തള്ളിക്കളഞ്ഞാൽ ഫഹുവ ളാലുൻ ഖബീസുൻ, അവൻ പിഴച്ചവനും വൃത്തികെട്ടവനുമാണ്. പിന്നെയോ അവരെ കരുതിയിരിക്കണം, അവരെ പേടിക്കണം, സമുദായത്തിന് അവരെ കുറിച്ചുള്ള താക്കീത് കൊടുക്കണം എന്നാര്? ഹിജറ 360കളിൽ ഷാഫിഈ മദ്ഹബിലെ ഇമാം ആജുരി റഹിമഹുല്ല അശ്ശരിഅ എന്ന കിതാബിൽ. ഇനിയോ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞതോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിർബന്ധമാക്കിയ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഇത്തിബാഅ് ചെയ്യണം. എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, എങ്ങനെയും ചോദിക്കാൻ പാടില്ല, സ്വീകരിക്കണം. അതാണ് മാനദണ്ഡം. ആ ഒരു രീതിയാണ് അഹ്ലുസുന്നയുടെ രീതി. അല്ലാതെ അല്ലാഹുവിന് കൈ പരിഹസിക്കുക, അല്ലാഹുവിൻ്റെ മുഖം പരിഹസിക്കുക, അല്ലാഹുവിൻ്റെ ഇസ്തിവാ പരിഹസിക്കുക, അല്ലാഹുവിൻ്റെ ഇറക്കം പരിഹസിക്കുക പാടില്ല. അല്ലാഹ് പഠിപ്പിച്ച പോലെ സ്വീകരിക്കണം. ഖുർആന്റെ തെളിവാണ്, ഹദീസുകളുടെ വ്യക്തതയാണ്. ഇനിയോ ഇമാം ബുഖാരിയുടെ ഉസ്താദ് നുഐം അൽ ഖുസായി, ഹമ്മാദ് അൽ ഖുസായി റഹിമഹുല്ലാ,
എന്താ അദ്ദേഹം പറഞ്ഞത്? മൻ ശബ്ബഹ അല്ലാഹ്, ഒരാള് അള്ളാഹുവിനെ സദൃശ്യപ്പെടുത്തി ബിഖൽഖിഹി കഫറ, തന്റെ സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തിയാൽ അതോടെ കാഫിറായി. അള്ളാന്റെ ഇറക്കം നമ്മളിറക്കം പോലെയാണ്, രാജാവ് ഇറങ്ങും പോലെയാണ്, അണികൾ ഇറങ്ങും പോലെയാണ് എന്നൊക്കെ തശ്ബീഹ് ചെയ്താൽ കാഫിറായി. പിന്നെയോ വമൻ ജഹദ മാ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫഖദ് കഫറ, അള്ളാഹു തന്റെ നഫ്സിന് വേണ്ടി പറഞ്ഞ വിശേഷണങ്ങളെ ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറാവുകയാണ്. നേരെ മറിച്ച് എന്താണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ ഹദീസുകളിൽ വന്ന കാര്യങ്ങളെ സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അതിനെ നിർവഹിച്ച്